ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ഈ ഷോർട്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കണം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. ഈ തുണിയുടെ ഫുള്ള് ലെങ്ത്ത് ഷോർട്സിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 14 ഇഞ്ചാണ് ഷോർട്സിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇവിടെ നിന്നും ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി ഈ മുകളിൽ നിന്നും താഴേക്ക് എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടുള്ള അളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ വീതി ഉള്ളത് 3/4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാൽ 1/4 ഇഞ്ച് കിട്ടും. അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ക്രോച്ച് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷോർട്സിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസിലും താഴ്ഭാഗം റോങ് സൈഡിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം റോങ് സൈഡിലേക്കാക്കിയിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/4 ഇഞ്ച് മടക്കി പിന്നീട് 1 ഇഞ്ച് കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇതിലൂടെയാണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അരവണ്ണം എത്രയാണോ അതിൽ നിന്നും 10-12 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ ഷോർട്സിൻ്റെ ഒരു ഭാഗത്തെ വീതി ഉള്ളത് 15 ഇഞ്ചാണ്. 2 ഭാഗത്തുനിന്നുകൂടി കൂട്ടിയിട്ട് 30 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും 12 ഇഞ്ച് മൈനസ് ചെയ്താൽ 18 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ എലാസ്റ്റിക് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും ഒരുമിച്ച് പിടിച്ച് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എലാസ്റ്റിക്കിനെ ഉള്ളിലാക്കിയിട്ട് ഈ ഗ്യാപ്പ് വിട്ടിരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഷോർട്സിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളത്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.